ഡോക്ടർ, എന്റെ മുടി സ്കാൽപ്പിന്റെ മുൻഭാഗത്ത് നിന്നാണ് കനം കുറഞ്ഞതായിട്ട് വരുന്നത്. ഇത് PCOS കൊണ്ടാണോ? പല സ്ത്രീകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. PCOS ഉള്ളവരിൽ കാണുന്ന ഹെയർ തിന്നിങ് എന്തുകൊണ്ടാണെന്നും അതിന് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നും കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം മനസ്സിലാക്കേണ്ടത് PCOSന് ഹെയർ ഫോളിനേക്കാളും ഹെയർ തിന്നിങ് ആണ് പ്രധാന പ്രശ്നം എന്നുള്ളതാണ്. അതായത് മുടി കൊഴിയുന്നതിന് പുറമെ പുതിയതായിട്ട് വരുന്ന മുടികളുടെ കനം കുറവായിരിക്കും. ക്രമേണ സ്കാൽപ്പ് കൂടുതലായി വിസിബിൾ ആവാൻ തുടങ്ങും. പാർട്ടീഷൻ ലൈൻ വൈഡർ ആയിട്ട് വരും. ഇതിന് പ്രധാന കാരണം ആൻഡ്രോജൻ ഹോർമോൺസ് ആണ്. PCOS ഉള്ള ചിലർക്കെങ്കിലും DHT ഹോർമോണിന്റെ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഈ ഹോർമോൺ നിങ്ങളുടെ ഹെയർ ഫോളിക്കിളിനെ ഷ്രിങ്ക് ആക്കുകയും ചെയ്യും, ഹെയറിന്റെ ഗ്രോത്ത് സൈക്കിളിനെ ഷോർട്ടൻ ചെയ്യുകയും ചെയ്യും. സോ കാലക്രമേണ സ്കാൽപ്പ് വളരെ വിസിബിൾ ആയി വരികയും ചെയ്യും. PCOS ഉള്ളവരിൽ കാണുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹോർമോണൽ ഇംബാലൻസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, പിന്നെ സ്ട്രെസ്, സ്ലീപ്പ് ഇഷ്യൂസ്, ഇതെല്ലാം തന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഓയിലും ട്രീറ്റ്മെന്റ്സും മാറി മാറി ഉപയോഗിച്ചാലും പലർക്കും വലിയ മാറ്റം കാണാത്തത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്കാൽപ്പ് തിന്നിങ് ഏർലി സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ലേറ്റ് ആവും തോറും നിങ്ങളുടെ ഹെയർ ഫോളിക്കിൾസിന്റെ കട്ടി കുറയാനുള്ള സാധ്യത കൂടുതലാണ്. PCOS ശരിയായി മാനേജ് ചെയ്താൽ ഹെയർ ഫോളും മെച്ചപ്പെടും എന്നർത്ഥം. അതുകൊണ്ട് PCOSന്റെ ഭാഗമാണ് ഈ മുടി കൊഴിച്ചിൽ, എന്ത് ചെയ്താലും ശരിയാവില്ല എന്ന് നിരാശപ്പെടാതെ നേരത്തെ ചികിത്സ എടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് PCOS ഉണ്ടോ? അതിന്റെ ഒപ്പം ഹെയർ ഫോളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യും.